Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. ഇന്നത്തെ കഥയുടെ തലക്കെട്ട് ദ ഫാർമർ ആൻഡ് ദ മണി ലെൻഡർ. ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായും പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിച്ചേക്കും. ജോൺ വാസ് എ ഹംബിൾ ഫാർമർ. ജോൺ ഒരു വിനയമുള്ള കർഷകനായിരുന്നു. ഹംബിൾ എന്നാൽ വിനയമുള്ള, വിനയശീലനായ. ഹി വാസ് വെരി പുവർ. അദ്ദേഹം വളരെ പാവപ്പെട്ടവനായിരുന്നു. He had just a small piece of land where he grew his crops. He had അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ജസ്റ്റ് എ സ്മോൾ പീസ് ഓഫ് ലാൻഡ്, അല്പം തുണ്ട് ഭൂമി മാത്രമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. വേർ അവിടെ, ഹി ഗ്രൂ ഹിസ് ക്രോപ്സ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിളകൾ അവിടെ കൃഷി ചെയ്തു. വേർ എന്നാൽ ആ സ്ഥലത്ത്, ആ ചെറിയ തുണ്ട് ഭൂമിയിൽ. ഗ്രോ എന്നാൽ കൃഷി ചെയ്യുക എന്നാണ് അർത്ഥം. അതിൻ്റെ പാസ്റ്റാണ് ഗ്രോ. ലൈഫ് വാസ് ടഫ്. ജീവിതം പ്രയാസകരമായിരുന്നു. ആൻഡ് ഹീ നീഡഡ് സം എക്സ്ട്രാ മണി. ഹീ നീഡഡ് അദ്ദേഹത്തിന് അത്യാവശ്യമായി വന്നു. സം എക്സ്ട്രാ മണി കൂടുതൽ പണം, അല്പം കൂടുതൽ പണം അദ്ദേഹത്തിന് അത്യാവശ്യമായി വന്നു. സോ ആയതിനാൽ ഹീ വെൻറ്റ് ടു ദ വില്ലേജ് മണി ലെൻഡർ. മണി ലെൻഡർ എന്നാൽ പണം കടം കൊടുക്കുന്ന വ്യക്തി എന്നാണ് അർത്ഥം. പലിശക്ക് പണം കൊടുക്കുന്ന വ്യക്തി, മണി ലെൻഡർ. ഹി വെൻറ്റ് ടു ദ വില്ലേജ് മണി ലെൻഡർ. ഗ്രാമത്തിൽ പലിശക്ക് പണം കൊടുക്കുന്ന വ്യക്തിയുടെ അടുത്തേക്ക്, മണി ലെൻഡറിൻ്റെ അടുത്തേക്ക് അദ്ദേഹം പോയി. ഹി വെൻറ്റ് എന്നാൽ അദ്ദേഹം പോയി. സോ എന്നാൽ ആയതിനാൽ, അദ്ദേഹത്തിന് കൂടുതൽ പണം ആവശ്യമായി വന്നതിനാൽ. ആൻഡ് ബോറോഡ് സം മണി ദാറ്റ് ഹി നീഡഡ് ടു മേക്ക് എൻഡ്സ് മീറ്റ്. അദ്ദേഹം പോയി, മണി ലെൻഡറിൻ്റെ അടുത്തേക്ക് പോയി. ആൻഡ് ബോറോഡ് എന്നിട്ട് കടം വാങ്ങിച്ചു. ബോറോ എന്ന കടം വാങ്ങുക, ബോറോഡ് കടം വാങ്ങിച്ചു. സം മണി അല്പം പണം. ദാറ്റ് ഹീ നീഡഡ് ടു മേക്ക് എൻഡ്സ് മീറ്റ്. മേക്ക് എൻഡ്സ് മീറ്റ് എന്നാൽ ജീവിക്കാനുള്ള പണം കണ്ടെത്തുക എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹത്തിന് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് എന്താണ്, അദ്ദേഹം പണം മണി ലെൻഡറിൻ്റെ അടുക്കൽ നിന്നും പണം കടം വാങ്ങിച്ചു. ജോൺ കുഡ് നോട്ട് പേ ബാക്ക് ദ മണി ഓൺ ടൈം. ജോൺ കുഡ് നോട്ട് പേ, ജോണിന് പണമടക്കാൻ സാധിച്ചില്ല. ബാക്ക് എന്നാൽ തിരിച്ച് പണമടക്കാൻ സാധിച്ചില്ല. ഓൺ ടൈം. ഓൺ ടൈം എന്നാൽ കൃത്യസമയത്ത് ജോണിന് പണം തിരികെ നൽകാൻ സാധിച്ചില്ല. വൺ ഡേ ഒരു ദിവസം, ദ മണി ലെൻഡർ പണമിടപാടുകാരൻ ആദം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, കെയിം ടു ഹിസ് ഹട്ട് ആൻഡ് ഡിമാൻഡഡ് ഹിസ് മണി ബാക്ക്. കെയിം ടു ഹിസ് ഹട്ട് എന്നാൽ കുടിൽ എന്നാണ് അർത്ഥം. അദ്ദേഹത്തിൻ്റെ കുടിലിലേക്ക് വന്നു. കെയിം ടു ഹിസ് ഹട്ട് അദ്ദേഹത്തിൻ്റെ കുടിലിലേക്ക് വന്നു. ആൻഡ് ഡിമാൻഡ് എന്നിട്ട് ആവശ്യപ്പെട്ടു. ഹിസ് മണി ബാക്ക് അദ്ദേഹത്തിൻ്റെ പണം തിരികെ ആവശ്യപ്പെട്ടു. ജോൺ പ്ലീഡ് എന്നാൽ ഇവിടെ അപേക്ഷിക്കുക, ഇതാണ് അർത്ഥം. മറ്റൊരർത്ഥം കഴിവ് പറയുക. ജോൺ അപേക്ഷിച്ചു, ജോൺ യാചിച്ചു. പ്ലീസ് ഗിവ് മീ എ ലിറ്റിൽ മോർ ടൈം, എനിക്ക് അല്പസമയം കൂടെ നൽകൂ. പ്ലീസ് ഗിവ് മീ എന്നാൽ ദയവായി എനിക്കു നൽകൂ. എ ലിറ്റിൽ മോർ ടൈം അല്പസമയം കൂടെ. വൺസ് ഐ ഹാർവെസ്റ്റ് മൈ ക്രോപ്സ്, ഒരിക്കൽ ഞാൻ എൻ്റെ വിളകൾ കൊയ്താൽ. ഹാർവെസ്റ്റ് എന്നാൽ കൊയ്യുക, എൻ്റെ വിളകൾ ഒരു പ്രാവശ്യം ഞാൻ കൊയ്താൽ. ഐ വിൽ പേ യു ബാക്ക് യുവർ മണി, ഞാൻ നിങ്ങളുടെ പണം തിരികെ നൽകും. ആദം rebuked him and insisted that he pay his money immediately. റിബ്യൂക്ക് എന്നാൽ അർത്ഥം ശാസിക്കുക, ആക്ഷേപിക്കുക, വിമർശിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ആദം റിബ്യൂക്ക്ഡ് ഹിം, ആദം അദ്ദേഹത്തെ വിമർശിച്ചു. ആൻഡ് ഇൻസിസ്റ്റഡ് നിർബന്ധിക്കുകയും ചെയ്തു. ദാറ്റ് ഹീ പേ ഹിസ് മണി ഇമീഡിയറ്റ്ലി അദ്ദേഹത്തിൻ്റെ പണം പെട്ടെന്ന് തിരികെ നൽകണമെന്ന് നിർബന്ധിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ വിമർശിക്കുകയും ചെയ്തു. ഇൻസിസ്റ്റ് എന്നാൽ നിർബന്ധിക്കുക. Or else he would go to the village chief and complain about him. Or else എന്നാൽ അല്ലാത്ത പക്ഷം, പണം തിരികെ നൽകിയിട്ടില്ലെങ്കിൽ, പെട്ടെന്ന് തിരികെ നൽകിയിട്ടില്ലെങ്കിൽ. He would go to the village chief അദ്ദേഹം ഗ്രാമമുഖ്യൻ്റെ അടുത്തേക്ക് പോയേക്കും. ആൻഡ് കംപ്ലൈൻ അബൌട്ട് ഹിം എന്നിട്ട് അദ്ദേഹത്തെ പറ്റി പരാതി പറഞ്ഞേക്കും, പണം പെട്ടെന്ന് തിരികെ നൽകിയിട്ടില്ലെങ്കിൽ.
ജോൺസ് വൈഫ് കുഡ് നോട്ട് ടോളറേറ്റ് ദിസ് ഇൻസൾട്ട് ആൻഡ് ഷീ സെഡ്. ജോൺസ് വൈഫ് ജോണിൻ്റെ ഭാര്യയ്ക്ക് കുഡ് നോട്ട് ടോളറേറ്റ്. ടോളറേറ്റ് എന്നാൽ അർത്ഥം സഹിക്കുക, ക്ഷമിക്കുക, താങ്ങാൻ കഴിയുക, ഇതൊക്കെയാണ് അർത്ഥം. ജോൺസ് വൈഫ് കുഡ് നോട്ട് ടോളറേറ്റ്. ജോണിൻ്റെ ഭാര്യയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ദിസ് ഇൻസൾട്ട്. ഇൻസൾട്ട് എന്നാൽ അധിക്ഷേപം. ഈ അധിക്ഷേപം ജോണിൻ്റെ ഭാര്യയ്ക്ക് ക്ഷമിക്കാൻ സാധിച്ചില്ല. ആൻഡ് ഷീ സെഡ്, അവൾ പറഞ്ഞു, ഐ ഹാവ് കെപ്റ്റ് സം മണി ടു ബൈ എ ബ്ലാങ്കറ്റ് ഫോർ ദ വിൻ്റർ. ഐ ഹാവ് കെപ്റ്റ് സം മണി. ഞാൻ കുറച്ച് പണം സൂക്ഷിച്ചിട്ടുണ്ട്. ടു ബൈ വാങ്ങാൻ വേണ്ടി. എ ബ്ലാങ്കറ്റ് ഒരു ബ്ലാങ്കറ്റ്. ഫോർ ദ വിൻ്റർ. വിൻ്റർ എന്നാൽ തണുപ്പുകാലം. തണുപ്പുകാലത്ത് ഒരു ബ്ലാങ്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പണം സൂക്ഷിച്ചിട്ടുണ്ട്. ഐ ഹാവ് കെപ്റ്റ് എന്നാൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. സം മണി കുറച്ച് പണം. പ്ലീസ് പേ ഇറ്റ് ടു ദ മണി ലെൻഡർ സോ ദാറ്റ് വി ക്യാൻ ഗെറ്റ് റിഡ് ഓഫ് ഹിസ് ഡെറ്റ്. പ്ലീസ് പേ ടു ദ മണി ലെൻഡർ. ഈ പണം ആ പലിശക്കാരന് നൽകുക, പണമിടപാടുകാരന് നൽകുക. സോ ദാറ്റ് അങ്ങനെയാണെങ്കിൽ, അത് നൽകിയാൽ, വി ക്യാൻ ഗെറ്റ് റിഡ് ഓഫ് ഹിസ് ഡെറ്റ് അദ്ദേഹത്തിൻ്റെ കടബാധ്യതയിൽ നിന്നും നമുക്ക് സ്വതന്ത്രമാകാൻ സാധിക്കും. ഡെറ്റ് എന്നാൽ കടം. ഇവിടെ ബി സൈലൻ്റ് ആയിരിക്കും. ഡെറ്റ് എന്നാണ് വായിക്കുക. ജോൺ സെഡ്. ജോൺ പറഞ്ഞു, ബട്ട് ഹൗ ക്യാൻ വി പാസ് ദിസ് കോൾഡ് വിൻ്റർ വിത്തൗട്ട് എ ബ്ലാങ്കറ്റ്. ബട്ട് പക്ഷേ, ഹൗ ക്യാൻ വി പാസ് എങ്ങനെയാണ് നമുക്ക് കടന്നു പോകാൻ സാധിക്കുക, ദിസ് കോൾഡ് വിൻ്റർ ഈ തണുപ്പുകാലത്തിലൂടെ, വിത്തൗട്ട് എ ബ്ലാങ്കറ്റ് ഒരു ബ്ലാങ്കറ്റ് ഇല്ലാതെ പക്ഷേ എങ്ങനെയാണ് നമുക്ക് ഈ തണുത്ത കാലാവസ്ഥയെ മറികടക്കാൻ സാധിക്കുക. ജോൺസ് വൈഫ് സെഡ്. ജോണിൻ്റെ ഭാര്യ പറഞ്ഞു, യു ആർ റൈറ്റ്. നിങ്ങൾ പറയുന്നത് ശരിയാണ്. ബട്ട് ദർ ഈസ് നോ വേ ഔട്ട്. പക്ഷേ മറ്റൊരു മാർഗമില്ല. ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് ജോണിൻ്റെ ഭാര്യ പറഞ്ഞു. വി മസ്റ്റ് റിട്ടേൺ ദ മണി ലെൻഡേഴ്സ് മണി. വി മസ്റ്റ് റിട്ടേൺ നമ്മൾ തീർച്ചയായിട്ടും തിരികെ നൽകണം. ദ മണി ലെൻഡേഴ്സ് മണി പലിശക്കാരൻ്റെ പണം തീർച്ചയായിട്ടും നമ്മൾ തിരികെ നൽകണം. അതർവൈസ് അല്ലാത്ത പക്ഷം, വി വിൽ ഹാവ് ടു ബെയർ ദ ഇൻസൾട്ട് ഓഫ് ദ വില്ലേജ് ചീഫ്. ബെയർ എന്നാൽ അനുഭവിക്കുക എന്നുള്ള അർത്ഥമാണ്. അതർവൈസ് അല്ലാത്ത പക്ഷം നമ്മൾ പണം തിരികെ നൽകിയിട്ടില്ലെങ്കിൽ, വി വിൽ ഹാവ് ടു ബെയർ നമ്മൾ അനുഭവിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ സഹിക്കേണ്ടി വരും. ദ ഇൻസൾട്ട് ഓഫ് ദ വില്ലേജ് ചീഫ് ഗ്രാമമുഖ്യൻ്റെ അടുക്കൽ നിന്നുള്ള കുറ്റപ്പെടുത്തൽ നമ്മൾ അല്ലാത്ത പക്ഷം നമ്മൾ സഹിക്കേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും. വിൽ ഹാവ് ടു എന്നുള്ളത് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യേണ്ടി വരും എന്നുള്ള അർത്ഥത്തിലാണ്. ഐ വിൽ ഹാവ് ടു ഗോ ഞാൻ പോകേണ്ടി വരും. ഐ വിൽ ഹാവ് ടു ബൈ ഞാൻ വാങ്ങേണ്ടി വരും. ഫൈനലി അവസാനം, ജോൺ പെയ്ഡ് ദ മണി ടു ദ മണി ലെൻഡർ. ഫൈനലി അവസാനം ജോണ് ആ പണമിടപാടുകാരന് ആ പണം നൽകി. There were tears in his wife's eyes. She said to John, There were tears in his wife's eyes. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കണ്ണിൽ കണ്ണുനീരുകൾ ഉണ്ടായിരുന്നു. കണ്ണുനീരുകൾ തളം കെട്ടിയിരുന്നു. She said to John. അവൾ ജോണിനോട് പറഞ്ഞു, Though we work so hard. Though എന്നാൽ എങ്കിലും എന്നാണ് അർത്ഥം. Though we work so hard. നമ്മൾ വളരെ കഠിനമായി ജോലി ചെയ്യുന്നു എങ്കിലും, We are so poor that we can't even buy a blanket. We are so poor. നമ്മൾ വളരെ പാവപ്പെട്ടവരാണ്. That we can't even buy a blanket. നമുക്കൊരു ബ്ലാങ്കറ്റ് പോലും വാങ്ങാൻ സാധിക്കുന്നില്ല. നമ്മൾ കഠിനമായി ജോലി ചെയ്യുന്നു എങ്കിലും എന്താണ്, നമുക്കൊരു ബ്ലാങ്കറ്റ് പോലും വാങ്ങാൻ സാധിക്കുന്നില്ല. വാട്ട് ഈസ് ദ യൂസ് ഓഫ് വർക്കിംഗ് സോ ഹാർഡ്? കഠിനമായി ജോലി ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്താണ്? വൈ ഡോണ്ട് യു ലീവ് ഫാമിംഗ് ആൻഡ് ബിക്കം എ ലേബറർ? ഫാമിംഗ് എന്നാൽ കൃഷി ചെയ്യൽ, കൃഷിത്തൊഴിൽ. വൈ ഡോണ്ട് യു ലീവ് ഫാമിംഗ് നിങ്ങൾക്ക് എന്തുകൊണ്ട് കൃഷി ചെയ്യൽ നിർത്തിക്കൂടാ? ആൻഡ് ബിക്കം എ ലേബറർ. ലേബറർ എന്നാൽ കൂലി വേലക്കാരൻ. നിങ്ങൾക്ക് എന്തുകൊണ്ട് കൃഷി ചെയ്യൽ നിർത്തി ഒരു കൂലി വേലക്കാരൻ ആയിക്കൂടാ? ഭാര്യ അദ്ദേഹത്തോട് ചോദിച്ചു. ജോൺ സെഡ്. ജോൺ പറഞ്ഞു, വാട്ട് ക്യാൻ വി ഡു? നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇറ്റ് ഈസ് അവർ ബാഡ് ലക്ക് ദാറ്റ് വി ആർ ബോൺ പുവർ. ഇറ്റ് ഈസ് അവർ ബാഡ് ലക്ക് ഇത് നമ്മുടെ
ഭാഗ്യദോഷമാണ് ദാറ്റ് വി ആർ ബോൺ പുവർ. നമ്മൾ പാവപ്പെട്ടവരായി ജനിച്ചത് നമ്മുടെ ഭാഗ്യദോഷമാണ്. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ജോൺ പറഞ്ഞു. വി കാണ്ട് ചേഞ്ച് അവർ ഫെയ്റ്റ്. ഫെയ്റ്റ് എന്നാൽ വിധി എന്നാണ് അർത്ഥം. വി കാണ്ട് ചേഞ്ച് അവർ ഫെയ്റ്റ്. നമുക്ക് നമ്മുടെ വിധിയെ മാറ്റിമറിക്കാൻ സാധിക്കുകയില്ല. ദർ ആർ ഓൺലി അബ്യൂസസ് ഇൻ അവർ ഫെയ്റ്റ്. നമുക്ക് വിധിച്ചിട്ടുള്ളത് അസഭ്യം മാത്രമാണ്, അധിക്ഷേപം മാത്രമാണ് നമ്മുടെ വിധിയിൽ ഉള്ളത്. ആൻഡ് വി ഹാവ് ടു ബെയർ ദം. നമ്മൾ അവകൾ സഹിക്കേണ്ടതുണ്ട്. വി ഹാവ് ടു ബെയർ എന്നാൽ നമ്മൾ സഹിക്കേണ്ടതുണ്ട്. ദം അവകൾ, ആ അധിക്ഷേപങ്ങൾ. വി നെയ്തർ ഹാവ് ഫുഡ് ടു ഈറ്റ് നോർ ക്ലോത്ത്സ് ടു വെയർ. നെയ്തർ നോർ എന്നുള്ളത് അതുമില്ല ഇതുമില്ല എന്ന് പറയാൻ വേണ്ടിയാണ്. വി നെയ്തർ ഹാവ് ഫുഡ് ടു ഈറ്റ് നോർ ക്ലോത്ത്സ് ടു വെയർ. നമുക്ക് ഭക്ഷിക്കാൻ ഭക്ഷണമോ ഇല്ല, ധരിക്കാൻ വസ്ത്രങ്ങളോ ഇല്ല. വെയർ എന്നാൽ ധരിക്കുക. നെയ്തർ എന്നുള്ളത് ഇന്ത്യൻ പ്രൊനൗൺസിയേഷനാണ്. നീദർ എന്നുള്ളത് ബ്രിട്ടീഷ് അമേരിക്കൻ പ്രൊനൗൺസിയേഷനാണ്. ഐ മസ്റ്റ് ഗോ ടു ദ ഫീൽഡ്സ് നൗ ആസ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡാർക്ക്. ഐ മസ്റ്റ് ഗോ ടു ദ ഫീൽഡ്സ് നൗ. ഞാൻ ഇപ്പോൾ വയലിലേക്ക് തീർച്ചയായിട്ടും പോകണം. ഐ മസ്റ്റ് ഗോ എന്നാൽ ഞാൻ തീർച്ചയായും പോകണം. ടു ദ ഫീൽഡ്സ് വയലുകളിലേക്ക്. ആസ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡാർക്ക്. ഇരുട്ട് വീഴുന്നതിനാൽ, ഇരുട്ടായിക്കൊണ്ടിരിക്കുന്നതിനാൽ ഞാൻ തീർച്ചയായിട്ടും ഇപ്പോൾ വയലുകളിലേക്ക് പോകണം. ജോൺ ടുക്ക് ഹിസ് ഡോഗ് സോനു. ജോൺ കൊണ്ടുപോയി ഹിസ് ഡോഗ് അദ്ദേഹത്തിൻ്റെ നായയെ. സോനു എന്നാണ് നായയുടെ പേര്. സോനു എന്നു പേരുള്ള നായയെ ജോൺ അദ്ദേഹത്തിൻ്റെ കൂടെ കൊണ്ടുപോയി. വിത്ത് ഹിം എന്നാൽ അദ്ദേഹത്തിൻ്റെ കൂടെ. ആൻഡ് വെൻ ടു ദ ഫീൽഡ്സ് എന്നിട്ട് വയലുകളിലേക്ക് പോയി. ഇറ്റ് വാസ് വെരി കോൾഡ് ദാറ്റ് നൈറ്റ്. അന്നു രാത്രി വളരെ അധികം തണുപ്പായിരുന്നു. ജോൺ ആൻഡ് സോനു വേർ ഷിവറിങ് വിത്ത് കോൾഡ്. ഷിവറിങ് എന്നാൽ കിടുകിട വിറയ്ക്കുക, തണുപ്പുകൊണ്ട് വിറയ്ക്കുക. ജോണും സോനുവും തണുപ്പുകൊണ്ട് വിറയ്ക്കുകയായിരുന്നു. ജോൺ മട്ടേർഡ് ടു ഹിംസെൽഫ്. മട്ടർ എന്നാൽ അർത്ഥം പിറുപിറുക്കുക, താണ ശബ്ദത്തിൽ പറയുക, ഇതൊക്കെയാണ് അർത്ഥം. ജോൺ താന്ന ശബ്ദത്തിൽ ജോണിനോട് തന്നെ പറഞ്ഞു, ഓ ഹൗ കോൾഡ് ദിസ് നൈറ്റ് ഈസ്. ഇന്ന് രാത്രി എന്തുമാത്രം തണുപ്പാണ്. ഐ ഹാവ് നോ ബ്ലാങ്കറ്റ്. എനിക്ക് പുതപ്പ് ഇല്ല. ആൻഡ് ഐ കാൺ സ്റ്റേ ഇൻ മൈ ഹട്ട് ബിക്കോസ് ഓഫ് ദ ക്രോപ്സ്. ഐ കാണ്ട് സ്റ്റേ എനിക്ക് താമസിക്കാൻ സാധിക്കുന്നില്ല. ഇൻ മൈ ഹട്ട് എൻ്റെ കുടിലിൽ. ബിക്കോസ് ഓഫ് ദ ക്രോപ്സ് വിളകൾ കാരണം, ഈ വിളകൾ ഉള്ളത് കാരണം എനിക്ക് എൻ്റെ കുടിലിൽ താമസിക്കാൻ കഴിയുന്നില്ല. ഇന്ന് എൻ്റെ അടുത്ത് ബ്ലാങ്കറ്റുമില്ല. മൈ വൈഫ് ഈസ് റൈറ്റ്. എൻ്റെ ഭാര്യ പറയുന്നത് ശരിയാണ്. പെർഹാപ്സ് ഐ ഷുഡ് വർക്ക് ആസ് എ ലേബറർ. ഒരു പക്ഷേ ഞാൻ ഒരു കൂലി വേലക്കാരനായിട്ട് ജോലി ചെയ്യണം. ഐ ഷുഡ് വർക്ക് എന്നാൽ ഞാൻ ജോലി ചെയ്യണം. ആസ് എ ലേബറർ ഒരു കൂലി വേലക്കാരനായിട്ട്. ഈഫ് സോ എന്നാൽ അങ്ങനെയാണെങ്കിൽ. ഞാൻ ഒരു കൂലി വേലക്കാരനായാൽ, അതാണ് ഈഫ് സോ, അങ്ങനെയാണെങ്കിൽ. ഐ ക്യാൻ അവോയ്ഡ് സ്ലീപ്പിംഗ് ഇൻ ദ ഫീൽഡ്സ് ഡ്യൂറിങ് കോൾഡ് നൈറ്റ്സ്. ഐ ക്യാൻ അവോയ്ഡ് എനിക്ക് ഉപേക്ഷിക്കാൻ സാധിക്കും. സ്ലീപ്പിംഗ് ഇൻ ദ ഫീൽഡ്സ് വയലുകളിൽ ഉറങ്ങൽ. ഡ്യൂറിങ് കോൾഡ് നൈറ്റ്സ് തണുപ്പുള്ള രാത്രികളിൽ വയലുകളിൽ കിടന്നുറങ്ങുന്നത് എനിക്ക് ഉപേക്ഷിക്കാൻ സാധിക്കും. അങ്ങനെയായാൽ ഞാനൊരു കൂലി വേലക്കാരനായി ജോലി ചെയ്യുകയാണെങ്കിൽ. ആൻഡ് മേ ബി ഈവൻ ഏൺ മോർ മണി ദാൻ ഫാമിംഗ്. ആൻഡ് മേ ബി ഒരു പക്ഷേ, ഈവൻ ഏൺ മോർ മണി കൂടുതൽ പണം സമ്പാദിക്കാനും സാധിക്കും. ദാൻ ഫാമിംഗ് കൃഷിത്തൊഴിലിനേക്കാൾ കൃഷി ചെയ്യുന്നതിലും കൂടുതൽ പണം സമ്പാദിക്കാനും ഒരു പക്ഷേ സാധിച്ചേക്കും. ജോൺ സ്മോക്ഡ് ഹിസ് ക്ലേ പൈപ്പ് ആൻഡ് ട്രൈഡ് ടു സ്ലീപ്പ്. ക്ലേ പൈപ്പ് എന്നാൽ ഇവിടെ പുകവലിക്കുന്ന കുഴലാണ്. ജോൺ സ്മോക്ഡ് ഹിസ് ക്ലേ പൈപ്പ്. ജോൺ ആ ക്ലേ പൈപ്പ് വലിച്ചു, അതിലൂടെ പുകയെടുത്തു. ആൻഡ് ട്രൈഡ് ടു സ്ലീപ്പ് എന്നിട്ട് അങ്ങനെ ചെയ്ത് അദ്ദേഹം ഉറങ്ങാൻ ശ്രമിച്ചു. ബട്ട് ദർ വാസ് നോ റിലീഫ് ഫ്രം ദ കോൾഡ്. പക്ഷേ ദർ വാസ് നോ റിലീഫ് ആശ്വാസം ലഭിച്ചില്ല. ഫ്രം ദ കോൾഡ് ആ തണുപ്പിൽ നിന്നും അദ്ദേഹത്തിന് പക്ഷേ ആശ്വാസം ലഭിച്ചില്ല. ജോൺ ദെൻ ലിറ്റ് സം ഫയർ. ജോൺ പിന്നീട് ലിറ്റ് സം ഫയർ അല്പം തീ കത്തിച്ചു.
ലിറ്റ് എന്നാൽ കത്തിച്ചു. സൂൺ വൈകാതെ. ജോൺ ആൻഡ് സോനു ഫെൽറ്റ് വാം ആൻഡ് സ്ലെപ്റ്റ്. ജോൺ ആൻഡ് സോനു ജോണിനും സോനുവിനും ഫെൽറ്റ് എന്നാൽ തോന്നി. ഫീൽ എന്നതിൻ്റെ പാസ്റ്റാണ് ഫെൽറ്റ്, തോന്നി. വാം എന്താണ് തോന്നിയത്? ചൂട് തോന്നി, ചൂട് അനുഭവപ്പെട്ടു. ആൻഡ് സ്ലെപ്റ്റ് അങ്ങനെ അവർ ഉറങ്ങി. ആഫ്റ്റർ സം ടൈം കുറച്ചു സമയത്തിന് ശേഷം. സോനു ഹേർഡ് ദ സൗണ്ട് ഓഫ് സം എനിമൽസ്. സോനു ഹേർഡ് സോനു കേട്ടു. ഹിയർ എന്നതിൻ്റെ പാസ്റ്റാണ് ഹേർഡ്. സോനു കേട്ടു. ദ സൗണ്ട്സ് ഓഫ് എനിമൽസ് മൃഗങ്ങളുടെ ശബ്ദം, കുറച്ച് മൃഗങ്ങളുടെ ശബ്ദം സോനു കേട്ടു. ആൻഡ് ബിഗാൻ ടു ബാർക്ക്. ഹി ഗോട്ട് അപ്പ് അവൻ എഴുന്നേറ്റു. ആൻഡ് ബിഗാൻ ടു ബാർക്ക് എന്നിട്ട് കുരയ്ക്കാൻ ആരംഭിച്ചു. ബിഗാൻ എന്നാൽ തുടങ്ങി, ടു ബാർക്ക് കുരയ്ക്കാൻ. സം ക്യാറ്റിൽ ഹാഡ് എൻറ്റേർഡ് ദ ഫീൽഡ്. ക്യാറ്റിൽ എന്നാൽ കന്നുകാലികൾ. സം ക്യാറ്റിൽ കുറച്ച് കന്നുകാലികൾ. ഹാഡ് എൻറ്റേർഡ് ദ ഫീൽഡ് വയലിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ദേ വേർ ഈറ്റിംഗ് ദ ക്രോപ്സ് അവർ വിളകൾ ഭക്ഷിക്കുകയായിരുന്നു. സോനു വാസ് ബാർക്കിംഗ് സോനു കുരയ്ക്കുകയായിരുന്നു. ബട്ട് ഹിസ് മാസ്റ്റർ ഡിഡ് നോട്ട് വെയ്ക്ക് അപ്പ്. പക്ഷേ ഹിസ് മാസ്റ്റർ അവൻ്റെ യജമാനൻ, ആ സോനു എന്ന നായയുടെ യജമാനൻ, ഡിഡ് നോട്ട് വെയ്ക്ക് അപ്പ് ഉറക്കമുണർന്നില്ല. വെയ്ക്കപ്പ് എന്നാൽ ഉറക്കമുണരുക. മാസ്റ്റർ ഡിഡ് നോട്ട് വെയ്ക്ക് അപ്പ് യജമാനൻ ഉറക്കമുണർന്നില്ല. ദ നെക്സ്റ്റ് മോർണിംഗ് അടുത്ത ദിവസം രാവിലെ. വെൻ ജോൺ വോക്ക് അപ്പ് ജോൺ ഉറക്കമുണർന്നപ്പോൾ. ഹി സോ ഹിസ് വൈഫ് സ്റ്റാൻഡിങ് ദേർ. ഹി സോ അദ്ദേഹം കണ്ടു. ഹിസ് വൈഫ് അദ്ദേഹത്തിൻ്റെ ഭാര്യ സ്റ്റാൻഡിങ് ദേർ അവിടെ നിൽക്കുന്നതായിട്ട് അടുത്ത ദിവസം രാവിലെ ജോൺ ഉറക്കമുണർന്നപ്പോൾ കണ്ടു. ഷീ സെഡ് അവൾ പറഞ്ഞു. ആർ യു നോട്ട് ഗോയിങ് ടു ഗെറ്റ് അപ്പ് ടുഡേ ഇന്ന് നിങ്ങൾ എഴുന്നേൽക്കാൻ പോകുന്നില്ലേ? വെയ്ക്കപ്പ് എന്നാൽ ഉറക്കമുണരുക. ഗെറ്റപ്പ് എന്നാൽ എഴുന്നേൽക്കുക. ആർ യു നോട്ട് ഗോയിങ് ടു ഗെറ്റപ്പ് ടുഡേ ഇന്ന് നിങ്ങൾ എഴുന്നേൽക്കാൻ പോകുന്നില്ലേ? അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു. ലുക്ക് നോക്കൂ. ദ ക്യാറ്റിൽ ഹാവ് ഈറ്റൺ അപ്പ് ഓൾ ദ ക്രോപ്സ്. ദ ക്യാറ്റിൽ കന്നുകാലികൾ ഹാവ് ഈറ്റൺ ഭക്ഷിച്ചിട്ടുണ്ട്. ഈറ്റപ്പ് എന്നാൽ തിന്നു തീർക്കുക എന്നുള്ള അർത്ഥമാണ്. ദ ക്യാറ്റിൽ ഹാവ് ഈറ്റൺ അപ്പ് കന്നുകാലികൾ തിന്നു തീർത്തിട്ടുണ്ട്. ഓൾ ദ ക്രോപ്സ് എല്ലാ വിളകളും. യു ഷുഡ് ഹാവ് കെപ്റ്റ് വാച്ച് ഓവർ ദ ഫീൽഡ്സ്. യു ഷുഡ് ഹാവ് കെപ്റ്റ് വാച്ച് നിങ്ങൾ നിരീക്ഷിച്ചിരിക്കണമായിരുന്നു. ഓവർ ദ ഫീൽഡ്സ് വയലുകൾ നിങ്ങൾ നിരീക്ഷിച്ചിരിക്കണമായിരുന്നു. ഷുഡ് ഹാവ് എന്നുള്ളത് ചെയ്യണമായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുക. യു ഷുഡ് ഹാവ് ഗോൺ നീ പോകണമായിരുന്നു. യു ഷുഡ് ഹാവ് കം നീ വരണമായിരുന്നു. ഇവിടെ എന്താണ്? യു ഷുഡ് ഹാവ് കെപ്റ്റ് വാച്ച് നിങ്ങൾ നിരീക്ഷിച്ചിരിക്കണമായിരുന്നു. യു ഡിഡ് നോട്ട് ഈവൻ നോ ദാറ്റ് സോനു വാസ് ബാർക്കിംഗ് സോനു കുരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലും നിങ്ങൾ അറിഞ്ഞില്ല. ജോൺ സോ ദാറ്റ് ദ ക്യാറ്റിൽ ഹാഡ് ഡിസ്ട്രോയിഡ് ഓൾ ദ ക്രോപ്സ്. ജോൺ സോ ദാറ്റ് ജോൺ അത് കണ്ടു. ദ ക്യാറ്റിൽ ഹാഡ് ഡിസ്ട്രോയിഡ് ഓൾ ദ ക്രോപ്സ് ഡിസ്ട്രോയ് എന്നാൽ നശിപ്പിക്കുക. ദ ക്യാറ്റിൽ ഹാഡ് ഡിസ്ട്രോയിഡ് ഓൾ ദ ക്രോപ്സ് എല്ലാ വിളകളും കന്നുകാലികൾ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ജോൺ കണ്ടു. നത്തിങ് വാസ് ലെഫ്റ്റ് ഒന്നും ബാക്കിയില്ലായിരുന്നു. ജോൺ ഇൻസ്റ്റെഡ് ഓഫ് ഗെറ്റിംഗ് വറീഡ് വിഷമിക്കുന്നതിന് പകരം വ്യാകുലപ്പെടുന്നതിന് പകരം. ഇൻസ്റ്റെഡ് ഓഫ് എന്നാൽ പകരമായി. ഇൻസ്റ്റെഡ് ഓഫ് ഗെറ്റിംഗ് വറീഡ് വ്യാകുലതപ്പെടുന്നതിന് പകരം. ടുക്ക് എ സൈ ഓഫ് റിലീഫ് എന്നാൽ ഇവിടെ അർത്ഥം നെടുവീർപ്പിടുക എന്നാണ് അർത്ഥം. ആൻസേർഡ് എന്നിട്ട് പറഞ്ഞു. അദ്ദേഹം നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു. നൗ ഐ വിൽ നോട്ട് ഹാവ് ടു സ്ലീപ്പ് ഇൻ ദ ഓപ്പൺ ഓൺ സച്ച് എൻ ഐസി കോൾഡ് നൈറ്റ്. നൗ ഇപ്പോൾ ഐ വിൽ നോട്ട് ഹാവ് ടു സ്ലീപ്പ് എനിക്ക് ഉറങ്ങേണ്ടി വരില്ല. ഇൻ ദ ഓപ്പൺ ഓൺ സച്ച് എൻ ഐസി കോൾഡ് നൈറ്റ് ഇത്തരത്തിലുള്ള തണുപ്പുള്ള രാത്രിയിൽ എനിക്ക് ഇനി ഉറങ്ങേണ്ടി വരില്ല. ഐ വിൽ നോട്ട് ഹാവ് ടു സ്ലീപ്പ് എന്നാൽ എനിക്ക് ഉറങ്ങേണ്ടി വരില്ല. ഐ വിൽ വർക്ക് ആസ് എ ലേബറർ ഞാൻ ഒരു കൂലി വേലക്കാരനായിട്ട് ജോലി ചെയ്യും. മോറൽ ഗുണപാഠം ഈ കഥയിൽ നിന്നും പഠിക്കാനുള്ള പാഠം. ചലഞ്ചസ് ആർ ജസ്റ്റ് ടെമ്പററി ബംപ്സ് ഓൺ ദ റോഡ് ഓഫ് ലൈഫ്. ചലഞ്ചസ് വെല്ലുവിളികൾ ആർ ജസ്റ്റ് എ ടെമ്പററി ബംപ്സ്. ടെമ്പററി എന്നാൽ താൽക്കാലികമായ. ബംപ് എന്നാൽ ഇവിടെ തടസ്സം, ആഘാതം
ഇതൊക്കെയാണ് അർത്ഥം. വെല്ലുവിളികൾ താൽക്കാലികമായിട്ടുള്ള തടസ്സങ്ങളാണ്. ജീവിതത്തിൻ്റെ വഴിയിൽ എന്താണ്? വെല്ലുവിളികൾ താൽക്കാലികമായിട്ടുള്ള തടസ്സങ്ങളാണ്, താൽക്കാലികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ്. സോ ആയതിനാൽ കീപ് യുവർ ചിൻ അപ്പ്, സ്റ്റേ ഹോപ്പ്ഫുൾ. നിങ്ങൾ സംതൃപ്തനായിരിക്കുക, സ്റ്റേ ഹോപ്പ്ഫുൾ. പ്രത്യാശയുള്ളവനും ആയിരിക്കുക. വെല്ലുവിളികൾ എന്നുള്ളത് ജീവിതത്തിൻ്റെ വഴിയിൽ താൽക്കാലികമായിട്ടുള്ള തടസ്സങ്ങളാണ്. ആയതിനാൽ നിങ്ങൾ പ്രത്യാശയോടെ ഇരിക്കുക. ആൻഡ് യു വിൽ ഓൾവേസ് ഫൈൻഡ് എ വേ ഫോർവേഡ്. നിങ്ങൾ എപ്പോഴും മുന്നിൽ ഒരു മാർഗം കണ്ടിരിക്കും. നിങ്ങളുടെ മുമ്പിൽ ഒരു വഴി എപ്പോഴും കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും. നോ മാറ്റർ ഹൗ ഡിഫിക്കൽട്ട് തിങ്സ് സീം. കാര്യങ്ങൾ എത്ര ബുദ്ധിമുട്ടിലാണ് കാര്യങ്ങൾ കാണുന്നത് എങ്കിലും എന്താണ്? നിങ്ങളുടെ മുമ്പിൽ ഒരു വഴി ഉണ്ടായിരിക്കും. നിങ്ങളൊരു വഴി എപ്പോഴും കണ്ടെത്തിയേക്കും.